സുരേഷ് ഗോപിയുടെ നീക്കങ്ങൾ ചെറുതായൊന്ന് പാളിയ മട്ടാണ്. കിറ്റ് കൊടുത്തും വാക്കുകൊടുത്തുമൊക്കെ സമരപന്തലിൽ കയറിയിറങ്ങിയ സുരേഷ് ഗോപിയെ ആശമാർക്ക് ശരിക്കും മനസ്സിലായി. വെറുതെ ആളാവാനും മറ്റുള്ളവരെ ബോധിപ്പിക്കാനുമൊക്കെയുള്ള തത്രപ്പാടിലാണ് നേതാവിന്ന്. ഇത് ആശാവർക്കർമാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കേന്ദ്രമെല്ലാം ചെയ്തെന്ന് അടിക്കടി സമരപന്തലിലെത്തി വീമ്പു പറയുന്ന സുരേഷ് ഗോപി എംപിക്കെതിരെ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശമാർ രംഗത്തെത്തിയിരിക്കുകയാണ്. കേന്ദ്രത്തിൽ നിന്നും പ്രഖ്യാപനം മാത്രം പോരാ, ഉത്തരവ് വേണമെന്നും ആശമാർ തറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപി ഇനി വരേണ്ടത് ഉത്തരവുമായിട്ടാകണം, അല്ലാതെ അദ്ദേഹം വരുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ലെന്നും സമരക്കാർ പറയുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം ആശാവർക്കർമാർക്ക് സൗജന്യമായി പൊങ്കാല കിറ്റ് സുരേഷ് ഗോപി വിതരണം ചെയ്തിരുന്നു. സമരവേദിയിലെത്തിയ സുരേഷ് ഗോപി കിറ്റ് എത്തിക്കുമെന്ന് ആശാപ്രവർത്തകർക്ക് ഉറപ്പു നൽകിയിരുന്നു. പിന്നാലെ ബുധനാഴ്ച വൈകിട്ട് പാർട്ടി പ്രവർത്തകർക്കൊപ്പം എത്തിയാണ് കിറ്റ് വിതരണം ചെയ്തത്. 100ഓളം പേർക്കുള്ള അരി, ശർക്കര, വാഴക്കുല, തേങ്ങ തുടങ്ങിയവയാണ് സുരേഷ് ഗോപി എത്തിച്ചു നൽകിയത്. പൊങ്കാല സമർപ്പിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായി സജ്ജരായിരിക്കുന്ന ആശമാരുടെ ചിത്രങ്ങളും അന്ന് പുറത്തു വന്നിരുന്നു. ആശാവർക്കർമാരുടെ പ്രശ്നത്തിൽ ഇടപെട്ടത് BJP-കാരനായതുകൊണ്ടോ മന്ത്രിയോ MP-യോ ആയതുകൊണ്ടോ അല്ലെന്നും സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയതിനാലാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. നിങ്ങൾ സിക്കിമിനെയും ആന്ധ്രാപ്രദേശിനെയും കണ്ടുപഠിക്കൂ. നല്ലത് സംഭവിച്ചേ പറ്റൂ. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയില്ല. സമയമെടുക്കും. പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. അവർ പറഞ്ഞയുടൻ എടുത്തു കൊടുക്കാൻ പറ്റില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല. രാഷ്ട്രീയ കലർപ്പില്ലാതെയാണ് വിഷയം കേന്ദ്രത്തിൽ അവതരിപ്പിച്ചത്. അതിന്റെ നേരിയ ഫലം കണ്ടു തുടങ്ങി എന്നും കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. അതേസമയം ആശാപ്രവർത്തകരുടെ സമരവേദി സന്ദർശിച്ച ശേഷം കഴിഞ്ഞ ദിവസം നടൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ലോകത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പൊങ്കാല എന്നാണ്. നമ്മൾക്ക് ഒരുപാട് അഹിതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, മിക്കവാറും പല സംസ്ഥാനങ്ങളിലുമുണ്ട്. പഞ്ചാബിനെ വേണം ആദ്യം രക്ഷപ്പെടുത്തിയെടുക്കാൻ. ഏതു വഴിക്കാണ് ഈ അപകടം വരുന്നതെന്ന് അറിഞ്ഞൂടെ? ദുഷ്ടലാക്കോടെ യുവത്വത്തെയും അതുവഴി ഭാരതത്തെയും നശിപ്പിക്കാനുള്ള ഉദ്ദേശത്തെ കത്തിച്ചു കളയാനുള്ള പ്രാർത്ഥനയായിരിക്കണം പൊങ്കാല എന്നായിരുന്നു നേതാവിന്റെ വാദം. ഇതോടെ സമരക്കാർക്ക് സുരേഷ് ഗോപി വഴി ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞു. എല്ലാം വീമ്പു പറച്ചിലാണെന്ന് മനസ്സിലായതോടെ ആശമാർക്ക് സുരേഷ് ഗോപിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണിപ്പോൾ. വേതന വർധനവ് ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം ആരംഭിച്ചിട്ട് ഇന്നേക്ക് 33 ദിവസമായി. ഇന്നലെ നാടും നഗരവും ഉത്സവലഹരിയിൽ ആറാടിയപ്പോൾ പ്രതിഷേധ പൊങ്കാലയിട്ട് ആശമാർ സമരം കൂടുതൽ ശക്തമാക്കി. എന്നാൽ കേന്ദ്ര ധനമന്ത്രിയും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ആശമാരുടെ പ്രശ്നം വരാത്തതിന്റെ നിരാശയിലും അതൃപ്തി സമരക്കാർക്കുണ്ട്. ഫണ്ട് അനുവദിച്ചതിനെ ചൊല്ലി കേന്ദ്രവും കേരളവും തമ്മിലുള്ള തർക്കം ഉടൻ തീർത്ത് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നാണ് ആശമാരുടെ ആവശ്യം. തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ച് സമരം കടുപ്പിക്കാനാണ് അവരുടെ നീക്കം.